നമസ്കാരം. പ്രേക്ഷകർക്കേറെ സുപരിചിതരായ സോഷ്യൽ മീഡിയ വളരെ സജീവമായ കുടുംബമാണ് കൃഷ്ണകുമാറിന്റേത്. ഭാര്യ സിന്ധു കൃഷ്ണയും മക്കളായ അഹാന, ദിയ, ഇഷാനി, ഹൻസിക എന്നിവരെല്ലാം തന്നെ തങ്ങളുടെ വിശേഷം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. സ്വന്തമായി എല്ലാവർക്കും യൂട്യൂബ് ചാനലുമുണ്ട്. ആദ്യമായി അപ്പൂപ്പനും അമ്മൂമ്മയും ആവാൻ ഒരുങ്ങുകയാണ് ഇപ്പൊ കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണയും ഒക്കെ. സോഷ്യൽ മീഡിയയിലൂടെ താരകുടുംബം പങ്കുവയ്ക്കുന്ന വീഡിയോ വളരെ പെട്ടെന്നാണ് വൈറലാവുന്നത്. ദിയ കൃഷ്ണ എന്ന ഓസിയുടെ 5ാം മാസത്തെ ചടങ്ങുകളും പൂജയും നടന്ന വിശേഷവും ഏറ്റവും ഒടുവിൽ പുറത്തു വന്നപ്പോൾ അത് ആഘോഷമാക്കുകയാണ് ആരാധകരും. വളകാപ്പിന് മുന്നേയുള്ള ലളിതമായ ഈ ചടങ്ങിനെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ഓസി ചെയ്തിട്ടുമുണ്ട്. ഇപ്പോഴിതാ തന്റെ കാഴ്ചപ്പാടിലെ വിശേഷങ്ങളുമായി ഇഷാനി കൃഷ്ണയും എത്തിയിരിക്കുന്നു. ചടങ്ങിന് വേണ്ടി ഒരുങ്ങിയതും അതിന്റെ സന്തോഷവുമൊക്കെയാണ് ഇഷാനി പങ്കുവയ്ക്കുന്നത്. ഈ ചടങ്ങ് പൂർണ്ണമായും അശ്വിന്റെ വീട്ടുകാർ അറേഞ്ച് ചെയ്തതാണ്. തമിഴ് ബ്രാഹ്മണ ആചാരപ്രകാരമാണ് നടന്നത്. ചടങ്ങുകളെക്കുറിച്ച് ഞങ്ങളുടെ വലിയ ഐഡിയ ഒന്നുമില്ല. ആദ്യത്തെ ദിവസം പൂജയും 2ാമത്തെ ദിവസം ചടങ്ങുകളുമായിരുന്നു അത്രേ. 1ാമത്തെ ദിവസം ഓസിയെ ചടങ്ങിന് വന്ന സ്ത്രീകൾ പൂക്കൾ തലയിലിട്ട് അനുഗ്രഹിക്കും. പക്ഷേ അതിൽ ഓസിയേക്കാൾ പ്രായം കുറഞ്ഞവർക്ക് സ്ഥാനമില്ല. 2ാമത്തെ ദിവസം സുമംഗലിയായ സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ വേണ്ടിയാണ്. ചുരുക്കി പറഞ്ഞാൽ 2 ചടങ്ങുകളിലും തനിക്ക് റോൾ ഉണ്ടായിരുന്നില്ല എന്ന് ഇഷാനി പറയുന്നു. അതേസമയം ആദ്യത്തെ ദിവസം ഓസിയെ അനുഗ്രഹിക്കാൻ മൂത്ത സഹോദരി എന്ന നിലയിൽ അഹാനയ്ക്ക് സ്ഥാനമുണ്ടായിരുന്നു. വിവാഹിതയല്ലാത്തതിനാൽ 2ാം ദിവസം പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഇത്രയും പ്രായമായിട്ടും മിന്നുകെട്ടാതെ ഇങ്ങനെ നടക്കുന്നത് മോശമാണെന്ന് ഇഷാനി അഹാനയോട് പറയുന്നുണ്ട്. എന്നാൽ അതിൽ അഹാനയ്ക്ക് വലിയ ഭാവവ്യത്യാസമൊന്നും തന്നെയില്ല. നിലവിൽ കരിയറിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണ് അഹാന. 1 എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് എത്തിയ ഇഷാനിയും കൂടുതൽ കരിയർ ഫോക്കസ് ചെയ്യുകയാണ്. ഫോട്ടോഷൂട്ടുകളും വ്ളോഗിങ്ങും ഒക്കെയായി ഇഷാനി തിരക്കിലാണ്. അർജുൻ എന്നയാളുമായി ഇഷാനി പ്രണയത്തിലാണെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഓസിയുടെ ചടങ്ങുകളിൽ അർജുന്റെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇനി അഹാനയ്ക്ക് മുന്നേ ഇഷാനിയും വിവാഹിതയാകുമോ എന്നാണ് ആരാധകരുടെ സംശയം. ഏറെ ആരാധകരുള്ള താരകുടുംബമാണ് നടൻ കൃഷ്ണകുമാറിന്റേത്. യൂട്യൂബ് ചാനലിലൂടെ ഏവർക്കും പ്രിയങ്കരായി മാറിയവരാണ് കൃഷ്ണകുമാറിന്റെ കുടുംബം. ഭാര്യ സിന്ധു കൃഷ്ണയും 4 മക്കളും തങ്ങളുടെ വിശേഷങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ ഇതുപോലെ പങ്കുവയ്ക്കാറുമുണ്ട്. തനിക്ക് 4 പെൺമക്കളാണ് എന്നതിന്റെ പേരിൽ പലരും തന്നോടൊരു കാലത്ത് സഹതാപത്തോടെ പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുമായിരുന്നു എന്നും, എന്നാൽ പെൺമക്കളാണ് എല്ലാം എന്നതിൽ താൻ ഒരിക്കലും വിഷമിച്ചിട്ടില്ലെന്ന് കൃഷ്ണകുമാർ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കൃഷ്ണകുമാറിനും ഭാര്യ സിന്ധുവിനും ഉള്ളതിനേക്കാൾ ആരാധകർ അഹാന, ദിയ, ഇഷാനി, ഹൻസിക എന്നീ കൃഷ്ണകുമാറിന്റെ മക്കൾക്കുണ്ട്. അതേസമയം മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് നടൻ കൃഷ്ണകുമാറിന്റെ മകൾ കൂടിയായ അഹാന കൃഷ്ണ. സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമാണ് താരം. നടിയുടെ എല്ലാ വിശേഷങ്ങളും താരം ആരാധകരുമായി പങ്കിടാറുണ്ട്. യൂട്യൂബ് ചാനലിലൂടെയും നടി വിശേഷം പങ്കുവയ്ക്കാറുണ്ട്. ദിയയുടെ വിവാഹശേഷം കൃഷ്ണകുമാറിന്റെ വീട്ടിൽ പുതിയ ഒരു വിശേഷം കൂടി എത്താൻ പോകുന്നു എന്നാണ് വിവരം. ഇഷാനിയാണോ അഹാനയാണോ ഇനി വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന ചർച്ചയുണ്ട്. എന്നാൽ ഇതിൽ ഒരാൾ പ്രണയത്തിലാണ് എന്നാണ് പറയുന്നത്. അതേസമയം നടൻ കൃഷ്ണകുമാറിന്റെ മകളായ അഹാന സിനിമയിലെത്തുന്നത് അച്ഛന്റെ പാതയിലൂടെയാണ്. തുടക്കം സ്ലീപ് ലോപ്പസ് എന്ന ചിത്രത്തിലൂടെയാണ്. വലിയ കണ്ണുകളും നിഷ്കളങ്കമായ ആ മുഖവും ഒക്കെ ആരാധകരുടെ ശ്രദ്ധ നേടി. പിന്നീട് ഇടവേളയെടുത്ത് അഹാന ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന ചിത്രത്തിലൂടെ തിരികെ വരികയായിരുന്നു. ഇന്ന് സിനിമയിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലും സജീവമാണ് അഹാന. സിനിമയേക്കാൾ കൂടുതൽ അഹാന ആരാധകരെ നേടിയത് സോഷ്യൽ മീഡിയയിലൂടെയാകും. തന്റെ ബ്ലോഗുകളിലൂടെയും റീലുകളുടെയും ഒക്കെ അഹാന വൈറലായി മാറാറുണ്ട്. അഹാനയുടെ സഹോദരിമാരും ഇന്ന് സോഷ്യൽ മീഡിയയിലെ മിന്നും താരമാണ്. അതേസമയം അഹാനയുടെ വ്യക്തിജീവിതവും വാർത്തകളിൽ ഇടം നേടാറുണ്ട്. അഹാനയുടെ പ്രണയവും വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ചകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട്. എന്നാൽ ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായൊരു മറുപടി നൽകിയിട്ടില്ല അഹാന. ഇപ്പോഴിതാ ആരാധകരുടെ ചില ചോദ്യങ്ങൾക്ക് അഹാന നൽകിയ മറുപടി ശ്രദ്ധ നേടുകയാണ്. പുതിയ വീട് വെച്ച് താമസം മാറുകയാണോ എന്ന ആരാധകരുടെ ചോദ്യത്തിനാണ് അഹാന മറുപടി നൽകുന്നത്. യൂട്യൂബ് ലൈവ് വീഡിയോയിൽ ആരാധകർ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അഹാന. നേരത്തെ കഴിഞ്ഞ വർഷം നടന്ന നല്ല കാര്യങ്ങൾ കോർത്തിണക്കി ഒരു വീഡിയോ അഹാന പങ്കുവച്ചിരുന്നു. അത് അവസാനിക്കുന്നത് നിർമ്മാണ ഘട്ടത്തിലിരിക്കുന്ന ഒരു കെട്ടിടത്തിന്റെ ചിത്രവുമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആരാധികയുടെ ചോദ്യം. പുതിയ വീട്ടിലേക്ക് മാറുകയാണോ, വീട് പണി തുടങ്ങിയോ എന്നായിരുന്നു ആരാധിക ചോദിച്ചത്. ചില കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു മാത്രമല്ലേ നമ്മൾ പറയാറുള്ളൂ. കുറച്ച് സമയം കൂടി കഴിഞ്ഞ് വിശദമായി അത് പറയാം. വീടാണോ മറ്റെന്തെങ്കിലുമാണോ എന്ന് ഇപ്പോൾ വെളിപ്പെടുത്താനാകില്ല എന്നായിരുന്നു അതിന് അഹാന നൽകിയ മറുപടി. അതേസമയം ഈ വർഷം വിവാഹം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിനും അഹാന മറുപടി പറഞ്ഞിരുന്നു. ചിലപ്പോൾ 1 വർഷത്തിനുള്ളിൽ ഉണ്ടാകും എന്ന് പറഞ്ഞ അഹാന അത് തിരുത്തി ഇല്ല, 2 വർഷത്തിനുള്ളിൽ എന്തായാലും വിവാഹം കാണുമെന്ന് തിരുത്തുന്നുണ്ട്. അതേസമയം അഹാനയും ഛായാഗ്രഹകൻ നിമിഷ് രവിയും പ്രണയത്തിലാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇരുവരും വർഷങ്ങളായി സുഹൃത്തുക്കളാണ്. നിമിഷിന്റെ ജന്മദിനത്തിൽ അഹാന പങ്കുവച്ച കുറിപ്പ് വൈറലായി മാറിയിരുന്നു. എന്നാൽ പ്രണയത്തെക്കുറിച്ചുള്ള ചർച്ചകളോട് ഇരുവരും പ്രതികരിച്ചിട്ടില്ല താനും. ഇതിനിടെ കുടുംബത്തിലെ അടുത്ത കല്യാണം അഹാനയുടേതായി ഇരിക്കുമോ എന്ന് അമ്മ സിന്ധു നേരത്തെ പറഞ്ഞതും വാർത്തയായിരുന്നു. സോഷ്യൽ മീഡിയയിലും താരമാണ് അഹാന. താരത്തിന്റെ ഫോട്ടോഷൂട്ടുകളും റീലുകളും വ്ളോഗുകളും എല്ലാം ചർച്ചയായി മാറാറുണ്ട്. അതേസമയം തന്നെ അഹാനയുടെ കുടുംബവും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. സഹോദരിമാരായ ദിയയും ഇഷാനിയും ഹൻസികയും സോഷ്യൽ മീഡിയയിൽ സ്വന്തമായൊരു ഇടം കണ്ടെത്തിയിട്ടുണ്ട്. അമ്മ സിന്ധുവും സോഷ്യൽ മീഡിയയിൽ താരമാണ്. ഞണ്ടുകളുടെ നാട്ടിൽ ഇടവേള, ലൂക്ക, 18ാം പടി തുടങ്ങിയ സിനിമകളിലാണ് അഹാന ഇതുവരെ അഭിനയിച്ചത്. പാച്ചും അത്ഭുത വിളക്കും എന്ന ചിത്രത്തിലെ അതിഥി വേഷത്തിലാണ് അഹാന ഒടുവിലായി അഭിനയിച്ചത്.
അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ മലയാളത്തെ 2 പ്രമുഖ നടിമാർക്ക് നേരെ പ്രൊമോഷന് പങ്കെടുത്തില്ല എന്ന കാരണത്താൽ സിനിമ പിന്നണി പ്രവർത്തകർ പ്രതികരിച്ചിരുന്നു. അതിലൊരു നടി അഹാന കൃഷ്ണകുമാറാണ്. സംവിധായകൻ മരണപ്പെട്ട് 3 വർഷങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങിയ നാൻസി റാണി എന്ന ചിത്രത്തിന്റെ പ്രൊമോഷന് അഹാന കൃഷ്ണകുമാർ എത്താതിരുന്നതായിരുന്നു പ്രശ്നം. മാനുഷിക പരിഗണനയുടെ പേരെങ്കിലും പ്രസ് മീറ്റിന് എത്താമായിരുന്നു എന്നായിരുന്നു അന്നത്തെ വിമർശനം. എന്നാൽ സോഷ്യൽ മീഡിയയിൽ തനിക്കെതിരെ ഉയർന്ന പരാമർശങ്ങളോടൊന്നും അഹാന കൃഷ്ണകുമാർ പ്രതികരിച്ചിട്ടില്ല. നടി വളരെ കൂളാണ് എന്ന് തെളിയിക്കുന്നതാണ് അഹാനയുടെ ഏറ്റവും പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റ്. ഒരു ഫ്ലൈറ്റ് യാത്രയ്ക്കിടയിൽ പൃഥ്വിരാജിനെ കണ്ടതിനെക്കുറിച്ചും പോസ്റ്റ് ഉണ്ടായിരുന്നു. പൃഥ്വിയെ മാത്രമല്ല, ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം കൂടി കാണാൻ സാധിച്ചു എന്ന് പോസ്റ്റിൽ അഹാന പറയുന്നു. രാവിലെയുള്ള വിമാനയാത്രകൾ എനിക്ക് വെറുപ്പാണ്. പക്ഷേ ഇന്നത്തെ വിമാനയാത്രയെക്കുറിച്ച് അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം എനിക്ക് പ്രിയപ്പെട്ട 2 ആളുകളെ ഇന്നത്തെ യാത്രയിൽ ഞാൻ കണ്ടു. പൃഥ്വിരാജ് സുകുമാരനും മേഘങ്ങൾക്ക് മുകളിൽ നിന്നുള്ള മനോഹരമായ സൂര്യോദയവും എന്നാണ് ഫോട്ടോയ്ക്കൊപ്പം അഹാന കുറിച്ചത്. ഇതാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. You're watching me on metromatney.com. on metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.